നോർത്തേൺ ലൈറ്റ്സ് അഥവാ അറോറ ബോറിയാലിസ്. വർഷങ്ങളായി രാത്രികാലങ്ങളിൽ ആകാശത്ത് സംഭവിക്കുന്ന ഏറ്റവും മനോഹരമായ പ്രകൃതി പ്രതിഭാസങ്ങളിലൊന്ന്. പോളാർ റീജിയൻസിൽ ഉയർന്ന പ്രദേശങ്ങളിൽ കാണാൻ കഴിയുന്ന പ്രകാശത്തിന്റെ തിളക്കമാർന്ന പ്രദർശനങ്ങളിലൊന്ന്. ലോകമെമ്പാടുമുള്ള മനുഷ്യർ ആവേശത്തോടെയും അത്ഭുതത്തോടെയും നോക്കിക്കാണുന്ന മഹാപ്രതിഭാസങ്ങളിലൊന്ന്. അതെ, നോർത്തേൺ ലൈറ്റ്സ് അഥവാ അറോറ ബോറിയാലിസ്. എന്താണ് ഈ നോർത്തേൺ ലൈറ്റ്സ് അല്ലെങ്കിൽ അറോറ ബോറിയാലിസ്? നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ ഗ്രീൻ, റെഡ്, പിങ്ക്, വയലറ്റ് എന്നീ കളറുകളിൽ മാത്രം കാണാൻ കഴിയുന്ന ഡാൻസിംഗ് ലൈറ്റ്സിന്റെ മനോഹരമായ ഒരു കാഴ്ചയാണ് അറോറ ബോറിയാലിസ്. ഇത് സതേൺ ഹെമിസ്ഫിയറിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വരുമ്പോൾ അതിനെ സതേൺ ലൈറ്റ്സ് ഓർ അറോറ ഓസ്ട്രേലിയസ് എന്ന് വിളിക്കുന്നു. സൂര്യനിൽ നിന്ന് സംഭവിക്കുന്ന സൗര കൊടുങ്കാറ്റുകൾ അഥവാ സോളാർ വിൻസ് എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം മൂലമാണ് അറോറ ബോറിയാലിസ് ഉണ്ടാകുന്നത്. ലാർജ് മാസ് ഓഫ് ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഒരു ഹൈ വെലോസിറ്റി റിലീസ് ആവുന്നതോടെയാണ് സോളാർ വിൻഡ് ഉണ്ടാവുന്നത്. അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയ മൂലമുണ്ടാവുന്ന പ്രോട്ടോൺ, ഇലക്ട്രോൺ എന്നിങ്ങനെയുള്ള ചാർജുള്ള പാർട്ടിക്കിൾസ് സൂര്യന്റെ കോറിലെ പ്രഷർ കാരണം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നു. വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ പാർട്ടിക്കിൾസ് ഭൂമിക്ക് നേരെയും എത്തുന്നു. ഭൂമിക്ക് ഭീഷണിയാകുന്ന ഈ സോളാർ വിൻസിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് അഥവാ ഭൂമിയുടെ കാന്തിക വലയമാണ്. ഭൂമിയുടെ ഈ ശക്തമായ കാന്തിക മണ്ഡലത്തെ നമ്മൾ മാഗ്നറ്റോസ്ഫിയർ എന്ന് വിളിക്കും. സൂര്യനിൽ നിന്ന് വരുന്ന ഈ കണികകൾ ഭൂമിയുടെ മാഗ്നറ്റോസ്ഫിയറിൽ ഇടിച്ചതിന് ശേഷം ദിശ മാറി പോളാർ റീജിയൻസ് അഥവാ ധ്രുവ പ്രദേശങ്ങളിലേക്ക് നീങ്ങുന്നു. എന്നാൽ പോളാർ റീജിയൻസിലെ കാന്തിക മണ്ഡലത്തിന്റെ ദിശ ഭൂമിക്ക് നേരെ ആയതിനാൽ കണികകൾ ധ്രുവ പ്രദേശത്തിന് നേരെ താഴേക്ക് പതിക്കുന്നു. എന്നാൽ അവിടെയും ഭൂമിയുടെ രക്ഷകനായി ഭൂമിയുടെ അന്തരീക്ഷത്തിലെ തെർമോസ്ഫിയറിൽ വെച്ച് ഈ കണികകൾ എയർ മോളിക്യൂൾസുമായി കൂട്ടിയിടിക്കുന്നു. ഇതുവഴി കണികകളിലെ ഊർജം എയർ മോളിക്യൂൾസ് വലിച്ചെടുക്കുന്നു. എന്നാൽ അധിക നേരം ഉയർന്ന ഊർജത്തിൽ എയർ മോളിക്യൂൾസ് നിൽക്കാൻ സാധിക്കാത്തതിനാൽ നേടിയെടുത്ത ഈ ഊർജം ലൈറ്റ് എനർജിയുടെ രൂപത്തിൽ പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നു. ഓരോ എയർ മോളിക്യൂൾസിനും ഓരോ നിറം പുറത്തുവിടാനുള്ള കഴിവുണ്ട്. നൈട്രജന് പച്ച നിറവും ഓക്സിജന് ചുവപ്പ് നിറവും എന്നിങ്ങനെ പുറത്തുവിടുന്നു. അങ്ങനെ അറ്റ്മോസ്ഫിയറിലെ ഓരോ വാതകങ്ങളും പുറത്തുവിടുന്ന വ്യത്യസ്ത നിറങ്ങൾ വഴി നമുക്ക് അറോറ കാണാൻ സാധിക്കുന്നു. കാനഡ, നോർവേ, ഐസ്ലൻഡ്, അലാസ്ക, സ്വീഡൻ എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് അറോറ ബോറിയാലിസ് ശരിക്കും കാണാൻ സാധിക്കുന്നത്. ഏറ്റവും നല്ല സമയം സെപ്റ്റംബർ അവസാനം മുതൽ മാർച്ച് അവസാനം വരെയാണ്. എന്തായാലും ഇതൊരു മഹാപ്രതിഭാസം തന്നെയാണ്. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഓരോ വർഷവും ഈ ഒരു പ്രതിഭാസം കാണാൻ കാത്തിരിക്കുന്നത്.